എനിക്കൊരു ഇലക്ട്രിക്കൽ വണ്ടി വേണം, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പം ഈ വണ്ടി ഓടിച്ച് അതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് തുടങ്ങിയേക്കാം. അതിന്റെ കൂട്ടത്തില് പ്രേക്ഷകരോട് വണ്ടിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേര് ഏതർ എന്നാണ്. 2018 ലോഞ്ച് ചെയ്ത കമ്പനി ഏതർ. നമുക്ക് ഏതറിന്റെ റിസ്റ്റ മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിസ്റ്റയുടെ ഇസഡ് മോഡലാണ്. ഇപ്പോൾ ഇസഡ് മോഡൽ എന്ന് വെച്ചാൽ കുറച്ചൊരു അപ്ഡേറ്റ് മോഡലാണ്. നമുക്ക് ടച്ച് ഡിസ്പ്ലേ, ഗൂഗിൾ മാപ്പ്, പിന്നെ നമുക്ക് സ്കിഡ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫാമിലി സ്കൂട്ടറാണ് റിസ്റ്റ. വലിയ സ്പേസിങ് ആളൊക്കെ ഉണ്ട്, വലിയ സീറ്റിംഗ് ആളൊക്കെ ഉണ്ട്. നമുക്ക് 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് വണ്ടിക്ക്. ഓൾമോസ്റ്റ് അത്യാവശ്യം മൂവിങ് മോഡലാണ് ഏതെൻ്റെ റിസ്റ്റ മോഡൽ. നമുക്ക് ഇതാകുമ്പം കുറച്ചുകൂടെ നമുക്ക് അപ്പോൾ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ റൈഡിങ് കംഫോർട്ടും കുറച്ചുകൂടെ ഒരു വണ്ടി കുറച്ചുകൂടെ ഒരു യുണീക്ക് കളർ ഡിസൈനും ഒക്കെയാണ് വണ്ടിക്ക് വരുന്നത്. കാരണം ഇത്രയും വലിപ്പമുള്ള വണ്ടി വേറെ ഇലക്ട്രിക്കിൽ നമുക്ക് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എക്സ്ട്രാ ഒരു കംഫോർട്ടിനായിട്ട് നമുക്ക് ഒരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സ്റ്റാർട്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ സ്റ്റാൻഡ് മാറ്റിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഒരു പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. വണ്ടി സ്റ്റാൻഡ് മാറ്റി ബ്രേക്ക് പിടിച്ചിട്ട് പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ആവും. നമുക്ക് ഈ ഒരു സിമ്പിൾ വരും ഇവിടെ. വണ്ടിയുടെ മോട്ടർ ഇപ്പോൾ സ്റ്റാർട്ടായി, വണ്ടി ഓണായി. ബ്രേക്ക് പിടിച്ചിട്ട് ഒന്ന് പവർ ബട്ടൺ ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്യണം. ഇപ്പം വണ്ടി എക്കോ മോഡിലാണ് കിടക്കുന്നത്. എക്കോ മോഡ് വെച്ചാൽ ഒരു നോർമൽ മോഡാണ്. ഇതൊക്കെ പോകത്തുള്ളൂ വണ്ടി. മാക്സിമം റേഞ്ച് എടുത്ത് എക്കോ മോഡിലാണ്. നമ്മൾ ചിലപ്പോൾ ആക്സിഡന്റ് കൊടുത്ത വണ്ടി മെല്ലെ മൂവ് ആവും. വണ്ടിക്ക് ചാട്ടം ഒന്നുമില്ല, വണ്ടി ഇതൊക്കെ പോകത്തുള്ളൂ. നമ്മൾ എത്ര ആക്സിഡന്റ് കൊടുത്താൽ ആ ഒരു സ്പീഡിൽ വണ്ടി പോകത്തുള്ളൂ. പിന്നെ വണ്ടി ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. ഓൾമോസ്റ്റ് നമുക്കൊരു 20,000 കിലോമീറ്റർ വണ്ടി ബെൽറ്റിന് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട് വണ്ടിക്ക്. നമുക്ക് ടോപ്പ് സ്പീഡ് നമുക്കൊരു 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് കിട്ടും വണ്ടിക്ക്. പിന്നെ രണ്ട് റൈഡിങ് മോഡുണ്ട്. എക്കോ എന്ന് പറഞ്ഞ മോഡുണ്ട്, സിപ്പ് എന്ന് പറഞ്ഞ മോഡുണ്ട്. പിന്നെ നമുക്ക് മോട്ടർ വരുമ്പം നമുക്ക് മെയിൻ്റനൻസ് ഇല്ലാത്ത PMSM മോട്ടറാണ് വണ്ടിക്ക് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4.3 കിലോവാട്ട് മോട്ടറിന് പീക്ക് പവർ വരുന്നുണ്ട്. പിന്നെ ലൈറ്റൊക്കെ LED ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും LED ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആണ് വരുന്നത്. വണ്ടി നമുക്ക് റിസൾട്ട് ടോപ്പ് മോഡല്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കമ്പനി 161 കമ്പനി റേഞ്ച് പറയും. നമുക്ക് 125 കിലോമീറ്റർ റോഡിൽ കിട്ടും. കൺഫർ റേഞ്ച് എക്കോ മോഡിൽ കിട്ടും. നല്ലോണം ഓടിച്ചാൽ അതിന് വണ്ടിക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ വണ്ടി വരുന്നുണ്ട്. വലിയ സീറ്റാണ്, നമുക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല. വണ്ടി എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വണ്ടിയുടെ ഇത് കാണുമ്പോൾ ഒരു സ്റ്റൈൽ അല്ലേ, പ്രത്യേകം പിന്നെ ലുക്കുണ്ട്. നല്ല ലുക്കും കിളക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ വണ്ടി കയറി ഉറപ്പായിട്ടും കയറിക്കുമ്പോ നമുക്ക് വണ്ടി യാത്രാസുഖം സാറിന് ആക്റ്റീവ് ഒക്കെ ഓടിക്കുമ്പോൾ അതിനെക്കാട്ടി കംഫോർട്ട് ഉണ്ട് ഈ വണ്ടി. ഉറപ്പായിട്ടും വണ്ടി എടുക്കാം. പിന്നെ വണ്ടി സൈലന്റാ. വണ്ടി അങ്ങനെ ചെറിയ ബെൽറ്റിന് സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ സൗണ്ട് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് വേറെ ഫീച്ചർ ഉണ്ട്. ആക്സിലേറ്റർ കൊടുത്ത് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ആക്സിലേറ്റർ 10 കിലോമീറ്റർ ആയി. ആക്സിലേറ്റർ മുമ്പോട്ട് തിരിച്ചാൽ വണ്ടി മെല്ലെ ബ്രേക്ക് ആയിട്ട് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കാണിച്ച് വണ്ടി ഇങ്ങനെ നിന്നു. അത് ഉപയോഗിച്ചാൽ നമുക്ക് ബ്രേക്ക് പാഡൊന്നും പെട്ടെന്ന് തേയത്തില്ല. അതിൻ്റെ പേര് കമ്പനി ഇട്ടേക്കുന്നത് മാജിക് ട്വിസ്റ്റ് എന്നതിൻ്റെ പേര്. അത് ഉപയോഗിച്ചാൽ ബ്രേക്ക് പാഡൊന്നും പെട്ടെന്ന് തേയത്തില്ല. നമുക്ക് കുറച്ചുകൂടെ റേഞ്ച് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. റീജനറേഷൻ ഫീച്ചറാണ്. ഈ വണ്ടി നമ്മള് സാധാരണ ഒന്നും അറിയുന്നില്ല, സൗണ്ട് അറിയുന്നേ ഇല്ലല്ലേ. ബാക്കിലൊക്കെ പോകണമെങ്കിൽ നല്ല സൗണ്ടാ. ഇത് നല്ല സുഖം, യാത്രാ സുഖം. നല്ല സുഖമുണ്ട്. ഇതിപ്പോ ഓൺ റോഡ് ഇപ്പൊ എന്നാ വില വരുന്നത് വണ്ടിക്ക്? നമുക്കിത് ടോപ്പ് മോഡലാണ്. ഇപ്പൊ ടോപ്പ് മോഡലിന്റെ പ്രൈസ് ഞാൻ പറയാം. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 196 റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. ഓഫർ ഇല്ലാത്ത പ്രൈസ് ആണ്. ഇപ്പൊ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം നമുക്ക് ചെയ്തു തരാം. എമൗണ്ട് പിന്നെ കുറയും. ഓക്കെ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഇതിന്റെ ഈ ഡിസ്ക് ഒക്കെ എങ്ങനെയാ? ഡിസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് ഡിസ്കാ വരുന്നത്. ബാക്ക് കോംബിയാ വരുന്നത്. ആണല്ലേ? ബാക്ക് കോമ്പി. ഇപ്പം ലാസ്റ്റ് നമ്മളിപ്പോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് എത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും? അത് നമുക്ക് നേരിട്ട് വന്നിട്ട് ചേട്ടൻ്റെ വീഡിയോ കണ്ടു വരുന്നതെന്ന് പറഞ്ഞാൽ മതി. മാക്സിമം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ ഈ ആക്ടിവ ഡിയോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഓടിക്കുമ്പോഴത്തെ യാത്രാസുഖം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സൗണ്ട് എന്ന് പറയുന്ന സംഭവം അറിയുന്നില്ല. വണ്ടിയാ അത്രയ്ക്ക് സ്മൂത്താ. നമ്മൾ സാധാരണ
ആക്റ്റീവ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു സൗണ്ടാണ് ഇത് നല്ല സ്മൂത്താ വണ്ടി ഓടിക്കാൻ, നല്ല കംഫോർട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഫീലിങ് സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് ബാറ്ററി വാറണ്ടി എത്ര വർഷത്തേക്ക് പറയുന്നുണ്ട്? നമുക്ക് വണ്ടി എടുക്കുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ബാറ്ററി വണ്ടി കിട്ടും. വാറണ്ടി ഉണ്ടല്ലേ? റീപ്ലേസ്മെന്റ് 5 വർഷത്തേക്ക് 5 വർഷം ബാറ്ററി വണ്ടി ഉണ്ട്. അപ്പോൾ 5,000 രൂപ എക്സ്ട്രാ അടച്ചാൽ അത് കൂട്ടി 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ആക്കാൻ പറ്റും. ആണല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി, ആക്റ്റീവ് മാറ്റിട്ട് ഇത് എടുത്താലും ആലോചിക്കുക. മറ്റേ ഉറപ്പായിട്ട് എടുക്കാം, ലാഭം. സത്യം പറഞ്ഞാൽ നമ്മൾ പെട്രോൾ വെച്ച് നോക്കുവാണെങ്കിൽ സത്യം എങ്ങനെ 100 രൂപ അടിക്കണം. ഞാൻ ആക്റ്റീവ് ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് ഡെയിലി തിരുവല്ല ഒരു 16 കിലോമീറ്റർ ഡെയിലി മനസ്സായിട്ട് പോകുന്നുണ്ട്. 100 രൂപ പെട്രോൾ അടിച്ചിട്ട് നമുക്ക് മുതലാകുന്നില്ല. പക്ഷെ ഇത് 5 വർഷത്തേക്ക് ബാറ്ററി വാറണ്ടി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം ഞാൻ സാധാരണ നമുക്കിപ്പം ഈ കൂടുതലും ആൾക്കാർ ഇപ്പം ഇലക്ട്രിക്കൽ വണ്ടിയിലൂടെ പോകുന്നത്. അപ്പം എന്റെ അഭിപ്രായത്തില് ഇത് മറ്റേ ഇത് ഓല എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, അഭിപ്രായം ഒന്നും പറയുന്നില്ല. അത് എടുത്ത ആൾക്കാരെല്ലാം പെട്ട് കിടക്കാണല്ലോ. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ സർവീസിന്റെ കാര്യം പക്കയാന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് വണ്ടിക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് ഓടിച്ചോണ്ട് പോകുമ്പോ മറ്റേ കാറ്റ് പിടിക്കത്തില്ല. സാധാരണ ഇപ്പൊ എന്റെ ഇരിക്കുന്ന മറ്റേ ആക്റ്റീവ് ഉണ്ടല്ലോ, ആ വണ്ടിക്ക് ഈ ബോഡി വെയിറ്റ് ഇല്ല. ഇത് നല്ല ബോഡി വെയിറ്റ് ആണ് വണ്ടി. ഓടിക്കുമ്പോൾ തന്നെ ഒരു അറിയുന്നില്ല നമ്മൾ വണ്ടിക്ക്. നമുക്ക് വണ്ടിക്ക് ഓൾമോസ്റ്റ് 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഇത്രയും സ്പേസ് വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത്രയുണ്ടല്ലേ? ഇപ്പോൾ 2 നമുക്ക് ഹാഫ് ഏസ് എലവൻ്റെ ഇളക്കി ഇരിക്കും. പിന്നെ ഇവിടെ ചെറിയ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ 2 ഹെൽമെറ്റ് വെക്കാം അല്ലേ? 2 ഹെൽമെറ്റ് വെക്കാം. അപ്പം പിന്നെ നമുക്കൊരു ഇവിടെ ഹുക്ക് വരുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ തൂക്കിടാൻ പറ്റും, കവറും കൈകളൊക്കെ തൂക്കിടാം. ഇവിടെ താഴെ ഒരു ഹുക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി ചാർജ് ചെയ്യുന്ന പോർട്ട് ഫ്രണ്ടിലാണ് വരുന്നത്. ഇവിടെ വരും ചാർജിങ് പോർട്ട് ഫ്രണ്ടിൽ വരും. ഇതാണ്, അതാ ചാർജിങ് പോർട്ട് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഷോറൂമിനകത്തെ കുറച്ച് കാര്യങ്ങളുടെ വണ്ടിയുടെ നമസ്കാരം. നമ്മള് ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ തിരുവല്ല റൂട്ടിൽ പ്രാവൻകൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മളിവിടെ കുറെ വണ്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ അതെ. അപ്പൊ ഇതിന്റെ ഒരു നമ്മുടെ റിസ്റ്റ എസ് ബേസ് മോഡലൊക്കെ വരുമ്പോൾ നമുക്ക് 1,50,000 രൂപയാണ് സ്റ്റാർട്ട്. പിന്നെ ഇതിന്റെ ടോപ്പ് മോഡൽ വരുമ്പോൾ 1,75. നമുക്ക് ഇതിന്റെ 2.9 ബാറ്ററി ഉള്ളതും 3.7 ബാറ്ററി ഉള്ളതും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു 20,000 രൂപയുടെ ഡിഫറൻസ് വരും. നമുക്ക് റിസ്റ്റ എസ് വരുമ്പോഴത്തേനും 4 കളേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഈ പാങ്കോങ് ബ്ലൂ എന്ന് പറയുന്ന ഈ കളർ വരും, ഈ കളർ. പിന്നെ വൈറ്റ് വരുന്നുണ്ട്, ഡെക്കാൻ ഗ്രേ വരുന്നുണ്ട്. പിന്നെ ആ ടെറാക്കോട്ട റെഡ് എന്ന് പറയുന്ന ആ കളറും വരുന്നുണ്ട്. ആ കളർ അതെ. അത് നമുക്ക് 1,50 വരുന്നത്. കളർ അനുസരിച്ച് ഒരു 1,000 രൂപയുടെ ഡിഫറൻസ് വരും. മാറ്റ് ഫിനിഷിന് എത്ര? ഇത് നമുക്ക് 450 എന്ന് പറയുന്ന വെഹിക്കിളാണ്. ഇതിന് 3 ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. 450S, എക്സ്, അപ്പെക്സ്. അപ്പെക്സ് ആണ് ഏറ്റവും നമുക്ക് വണ്ടി ഇപ്പം സ്റ്റോക്ക് ഇല്ല, പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 135 റേഞ്ച് കിട്ടും. ഇത് നമുക്ക് എസിൽ വരുമ്പോഴത്തേനും ബ്ലൂ, ഈ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഗ്രേ വരുന്നുണ്ട്. വാറണ്ടി നമുക്ക് ബാറ്ററി വാറണ്ടി 5 വർഷമാണ്. വണ്ടി ബില്ല് ചെയ്ത് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് 8 വർഷം ആക്കാം. ഇതിന് നമുക്ക് 2.9 ഉള്ളതുകൊണ്ട് 3.7 ഉണ്ട്. എക്സിലും ഉണ്ട്, എസിലും ഉണ്ട്. അത് നമുക്ക് റിസ്റ്റയുടെ ഇസഡ് എന്ന് പറയുന്ന മോഡലാണ്. അതിലും ഇങ്ങനെ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. ഇത് നമുക്ക് 1.75 ഉണ്ട്. കസ്റ്റമർ വിളിക്കും, ആരുടെ നമ്പർ ഞാൻ കൊടുക്കും വീഡിയോക്കകത്ത്. അപ്പം നിങ്ങളുടെ കസ്റ്റമർ അവരെ കറക്റ്റായിട്ട് ഡീൽ ചെയ്തേക്കണം.